ഏലപ്പാറ കോഴിക്കാനം ശ്രീഭദ്രകാളി ഭുവനേശ്വരി അമ്മൻ ക്ഷേത്രത്തിലെ ഉത്രം തിരുനാൾ മഹോത്സവത്തിന് ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ സമാപനമായി. ഉത്സവത്തോടനുബന്ധിച്ച് നിർധനരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് വേണുഗോപാലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിലാണ് വിതരണം നടന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 18 അമ്പലങ്ങളിലെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും മറ്റ് ഭാരവാഹികളും പങ്കെടുത്തു. യോഗത്തിൽ വെച്ച് ഓൾ കേരള സനാതന ധർമ്മക്ഷേത്ര പരിപാലന സമിതി എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. വരും തലമുറയ്ക്ക് സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുക, കുട്ടികൾക്കും യുവാക്കൾക്കുമായി ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് സംഘടന രൂപീകരിച്ചത്. ക്ഷേത്രങ്ങളിലൂടെ നാടിന്റെ നന്മയ്ക്കും ഉന്നമനത്തിനുമായി പ്രവർത്തിക്കുക, വിവിധ ആചാരപരമായ ചടങ്ങുകളോടെ നടന്നുവന്ന ഉത്സവം പഠനോപകരണ വിതരണത്തോടെയും പുതിയ സമിതിയുടെ രൂപീകരണത്തോടെയും മാതൃകാപരമായ ഒത്തുചേരലായി മാറി. നമസ്കാരം. അപ്പോൾ കൊഴിക്കാനം ഏലപ്പാറ കൊഴിക്കാനം ശ്രീ ഭദ്രകാളി ഭുവനേശ്വരി അമ്മൻ ടെമ്പിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൻ്റെ 55ാമത് ഉത്തരമഹോത്സവം ഈ കഴിഞ്ഞ 26, 27, 28 തീയതികളിൽ സമാപനം കുറിച്ചിരുന്നു. അതിനോടനുബന്ധിച്ച് ക്ഷേത്രമടച്ചു. ഈ പറയുന്ന 6-ാം തീയതി 6/5/2026 നട തുറന്നു. പൂജാതി കർമ്മങ്ങളും മറ്റുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ പൊങ്കാലയുണ്ടായിരുന്നു. എല്ലാവരും പങ്കെടുത്തിരുന്നു. കുട്ടികളുടെ കലാപരിപാടികളും മറ്റ് ചെറിയ ചെറിയ പ്രോഗ്രാംസും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നെ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് പഠനോപകരണങ്ങളും ബാഗുകളും മറ്റുമൊക്കെ നമ്മൾ പിന്നെ അവർക്ക് പിന്നെ നമ്മൾ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. കുഞ്ഞുങ്ങളും നല്ല സന്തോഷം. അതുപോലെ തന്നെ പ്രധാനമായിട്ടും 18 ക്ഷേത്രങ്ങളിൽ നിന്നും പീരുമേട് താലൂക്കിലെ 18 ക്ഷേത്രങ്ങളിൽ നിന്നും പ്രസിഡന്റ് സെക്രട്ടറിമാരും ഭാരവാഹികളും പങ്കെടുത്തിരുന്നു. ഉദ്ദേശ ലക്ഷ്യം എന്ന് വെച്ചാൽ ഓൾ കേരള സനാതന ധർമ്മക്ഷേത്ര പരിപാലന സമിതി എന്നൊരു സമിതിക്ക് ഞങ്ങൾ രൂപം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് കേരളം മൊത്തമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ജാതിയൊന്നോ മതമൊന്നോ രാഷ്ട്രീയമൊന്നും നോക്കാതെ ക്ഷേത്രം എന്ന് പറയുന്നത് എല്ലാവർക്കും വരാനും പോകാനും തൊഴാനും ഒക്കെ ഉള്ള ഒരു ആ ക്ഷേത്രങ്ങളെ ആയിട്ട് മാറ്റുന്ന വെച്ചാൽ അങ്ങനെ ഒരു സംവിധാനമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ക്ഷേത്രങ്ങളിൽ പരിസരത്തും കിടക്കുന്ന ഏതൊരു ക്ഷേത്രമാണോ ക്ഷയിച്ച് കിടക്കുന്നത് ആ ക്ഷേത്രങ്ങളും പരിസരത്തും കിടക്കുന്ന നാട്ടുകാരെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ക്ഷേത്രവാസികളെ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് വേണ്ട ഉപദേശങ്ങളും പിന്നെ അവർക്ക് വേണ്ട പിന്നെ നാടിനോടുള്ള കടപ്പാട് എന്താണെന്ന് മനസ്സിലാക്കാനും അച്ഛനെ അമ്മേനെ സ്നേഹിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്കൂളുകളിലും കോളേജുകളിലും കഞ്ചാവ് ചരസ് ഇതെല്ലാം ഒരുപാട് ഉപയോഗമായി വരുന്നു. അത് കാരണം കൊണ്ട് അച്ഛനമ്മമാർ പറയുന്നത് കേൾക്കുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഒരു പിന്നെ അവർക്ക് വേണ്ട ഒരു നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ക്ലാസ്സും അതുപോലെ വേണ്ട പിന്നെ ബോധവൽക്കരണവും ഇത് നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് പിന്നെ ഏലപ്പാറയിലെ പിന്നെ പ്രസിഡന്റ് ബാബു ചേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ ചെമ്മണ്ണ് പിന്നെ പ്രസിഡന്റ് സെക്രട്ടറിമാരും മറ്റുള്ള 10-18 പേര് ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അത് എല്ലാവരും വെൽക്കം ചെയ്തിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം. ഇനിയിപ്പോൾ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ക്ഷേത്രങ്ങളിൽ കൂടി നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇതിനകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഞങ്ങൾ നോക്കുന്നില്ല. അവിടെ ആർക്കും വരാനും പോകാനും തൊഴാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക, ഒരു നിർദ്ദേശം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ഈ ഓൾ കേരള സനാതന ധർമ്മക്ഷേത്ര പരിപാലന സമിതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ.